നമസ്കാരം. ഞാൻ സീന. വെള്ളായണി ദേവീക്ഷേത്ര ഉപദേശക സെക്രട്ടറി ആയിരുന്നു, മുൻ സെക്രട്ടറി 2020 കാലഘട്ടത്തിൽ. എൻ്റെ കാലഘട്ടത്തിലായിരുന്നു കാളിയൂട്ട് സമയത്ത് തങ്കത്തിരുമുടി തറയിൽ വീഴുകയുണ്ടായി. അതിൽ ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അത് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. എന്നാൽ കൊണ്ടുപോയ സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ എന്നെ കൊണ്ടത് പണി ചെയ്യിക്കില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഹൈക്കോടതിയിൽ എൻ്റെ പേരിൽ കുറച്ച് വ്യക്തികൾ വ്യക്തിപരമായ രീതിയിൽ എന്ന് പറയുമ്പോൾ ഉപദേശക സമിതി പ്രസിഡൻ്റ് അടക്കം എൻ്റെ പേരിൽ കേസ് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് സ്പോൺസർമാരെ കണ്ടെത്തി ഇത് പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് തിരുവാഭരണ കമ്മീഷണറെ വിളിച്ചിട്ട് ഇത് പണി ചെയ്യാൻ പറ്റുമോ, സ്പോൺസർമാരെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് സ്പോൺസർമാരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ നിലവിൽ കേസുണ്ട്. രണ്ടാമത് എല്ലാവരും കൂടെ ഇത് എനിക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൈസ ചോദിക്കുന്നത് എന്നുള്ള രീതിക്കുള്ള സംസാരം വരികയുണ്ടായി. അതുകൊണ്ട് എനിക്ക് സ്പോൺസറെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇതെങ്ങനെ പണി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ദേഹത്തുള്ള സ്വർണം വിറ്റാണേലും പണയം വെച്ചിട്ടാണേലും ഞാൻ ഈ ദേവിയുടെ പണി ചെയ്യും എന്ന് ഉറപ്പ് കൊടുക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറിന് തന്നെ ഒരു വിശ്വാസമില്ലാത്ത ഒരു ഇതായിപ്പോയി. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ച് എന്ത് ചെയ്യും, ചെയ്യാൻ പറ്റുമോ, പറ്റുമെങ്കിൽ മാത്രം ഉറപ്പ് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ എന്തായാലും ഈ പണി ചെയ്യും എന്ന് തന്നെ ഉറപ്പ് കൊടുത്തു. ഉറപ്പ് കൊടുത്തിട്ട് ഞാനിതുപോലെ വന്ന് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് ഞാനിത് ചോദിച്ചു. ഇതുപോലെയാണ് അവിടെ സംസാരം ഉണ്ടായത്. അപ്പം ഞാൻ എൻ്റെ ദേഹത്തുള്ള സ്വർണം വിറ്റാണേലും പണയം വെച്ചാണേലും ഞാൻ ചെയ്യും എന്ന് അവിടെ ഉറപ്പ് കൊടുത്തിട്ടാണ് വന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇതിലെന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പം നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ നിന്നിട്ട് ഒരു ഇതില്ലാതായി പോയില്ലേ എന്നുള്ള ഇത് വരണ്ട. അതുകൊണ്ട് ആർക്ക് എന്ത് തരാനുണ്ടെങ്കിലും തന്നാൽ നമുക്കത് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപദേശക സമിതി വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വൈശാഖ് ഒരു 300 ഗ്രാം വെള്ളി തരികയുണ്ടായി. അതുപോലെ ഉപദേശക സമിതി അംഗം സുഭാഷിണി, ആ മാമി 1 പവൻ്റെ തങ്കം തന്നു. ഞാൻ 1 പവൻ്റെ തങ്കം ഇട്ടു. പിന്നെ വന്നിട്ട് 3.5 പവൻ്റെ സ്വർണ്ണമാണ് പിന്നെ ആവശ്യമായിട്ട് വന്നത്. അത് ഇതുപോലെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും 1 ഗ്രാം, 2 ഗ്രാം, 1/2 പവൻ, പിന്നെ ഈ പുറത്തുനിന്ന് 1-2 പേരെ കൂടെ കണ്ടുപിടിച്ച് അതിൽ മെയിനായിട്ട് 1 പവൻ്റെ തങ്കം വീണ്ടും ഒരാൾ കൂടെ തന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ രാജസൂയ ഓഡിറ്റോറിയം ഇട്ടിരിക്കുന്ന ആ പുള്ളിക്കാരനെ ഞാൻ ഇന്ന് കണ്ട് സംസാരിക്കുകയും, എന്നാൽ ആ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഭരണസമിതിക്കാർക്കും ദേവിയെ പൊളിച്ചു പണിയുകയാണ് പണി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും, എന്നാൽ അദ്ദേഹം 1 പവൻ്റെ സ്വർണം തരികയും ചെയ്തു. അങ്ങനെ ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് പാറശാല ചെന്നു. അവിടെ ചെന്ന് തിരുവാഭരണ കമ്മീഷണറെ ഇത് ഏൽപ്പിക്കുകയുണ്ടായി. പിന്നെ ആ സാധനം കൊണ്ടുവന്ന് ഉരുക്കി എൻ്റെ പ്രസൻറ്റിൽ തന്നെയാണ് അത് ചെയ്ത് ഇതിൻ്റെ പണിയെല്ലാം ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ പണിക്കൂലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 17,500 രൂപ വന്നു. ആ പണിക്കൂലി എൻ്റെ ചേട്ടൻ തന്നെ കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ പണിയെല്ലാം ചെയ്തത്. പിന്നെ ഇതിൻ്റെ പൂജാ കാര്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഭക്തജനങ്ങളെല്ലാവരും തരികയുണ്ടായി. അങ്ങനെ ഇതിൻ്റെ പണികളെല്ലാം ചെയ്തു, ഇതിൻ്റെ പരിഹാരക്രിയകളും ചെയ്തു ദേവിയകത്ത് കയറ്റുകയുണ്ടായി. പിന്നെ എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കില്ല എന്നൊരു ഇത് വരാൻ കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നാടാർ സമുദായത്തിലെ സ്ത്രീയാണ്. അപ്പോൾ ഇത് നായർ സമുദായക്കാർക്ക് ഉള്ളതാണ്, ആധിപത്യം അവർ മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ എന്നുള്ള രീതിക്ക് കൂടി അവർക്കൊരു പ്രവർത്തനം അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇതൊന്നും കണക്കുള്ളാതെ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ വളരെ കൃത്യമായി ഞാനത് ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ വന്നിട്ട് എന്ത് കാര്യം ചെയ്താലും ഞാൻ ആചാരലംഘനം നടത്തി. അവളൊരു സ്ത്രീയായാണ്, അവൾക്ക് അവിടെ പോകാൻ പാടില്ല, ഇത് ഓരോ ഉച്ചബലിയായിരുന്നാലും ഓരോ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങാൻ പാടില്ല, ഈ ഒരു രീതിക്കുള്ള സംസാരം വരേക്കും അവിടെ ഉണ്ടായി. പിന്നെ അതുപോലെ ഈ ദിക്കുബലി നടക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയാൽ എന്നെ ദിക്കുബലി കളത്തിനകത്ത് കയറാൻ സമ്മതിക്കില്ല. ഇങ്ങനെ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എന്നാലും ഞാനിതൊന്നും വകവയ്ക്കാതെ ദേവിയുടെ കാര്യത്തിന് വേണ്ടി ദേവിയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ എൻ്റെ പേരിൽ 7 കേസുകളുണ്ടായിരുന്നു. ഇത് എന്തിനാണ് ഇവർ കൊടുത്തതെന്ന് കേട്ടാൽ വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉപദേശക സമിതി സെക്രട്ടറി എന്നുള്ള രീതിക്കല്ല കേസിൽ വരുന്നത്. പാലൂർക്കോണം സനലിൻ്റെ ഭാര്യ സീന KB എന്നുള്ള പേരിലാണ് ഈ കേസുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നോട് വ്യക്തിപരമായ വൈരാഗ്യമാണ് അതിൽ തീർത്തിരിക്കുന്നത്. അല്ലാതെ ഉപദേശക സമിതി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഉപദേശക സമിതി അംഗം എന്നുള്ള നിലയ്ക്കോ ഉപദേശക സമിതിയുടെ പേരിലോ അല്ല കേസുകളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാ കേസുകളും വന്നിരിക്കുന്നത് പാലൂർക്കോണം സനലിൻ്റെ ഭാര്യ സീന KB എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ഇത് എന്തിനാണ് ഇത്രയും ദ്രോഹം എന്നോട് ചെയ്തതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ആചാര ലംഘനം നടത്തിയെന്ന് പറഞ്ഞൊരു കേസ്, പിന്നെ ഇതിനെ പൊളിച്ചു പണി ചെയ്യാൻ കൊണ്ടുപോയി, അതിൽ നിന്ന് കുറച്ച് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് പൊളിച്ചു പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഇപ്പം നന്നായിട്ട് ഓർമ്മ വരുന്നില്ല. ആ രീതിയിലൊക്കെ എനിക്ക് എൻ്റെ പേരിൽ കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 7 കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 6 മാസത്തേക്ക് എനിക്ക് കാലാവധി നീട്ടിത്തന്നു എന്നുള്ള പേരിലും അതൊരു 10 നായർ സമുദായത്തിലെ ആൾക്കാർ ചേർന്നിട്ട് അത് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസെന്ന് പറയുമ്പോഴത്തേക്ക് 7 കേസും ഹൈക്കോടതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ ഒരു വക്കീലിനെ വെച്ച് ഈ കേസുകളെല്ലാം വാദിച്ച് പിന്നെ എന്താ പറയുക, എൻ്റെ പേരിൽ ഇപ്പം കേസൊന്നുമില്ല, ആ രീതിയിലോട്ടായിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് എത്രയും തരണം ചെയ്ത് വന്നതുകൊണ്ട് എന്നെ ഈ ആചാര സംരക്ഷണ സമിതിക്കാർ പൊന്നാടയിട്ട് ആദരിക്കുക എന്ന ഒരു ചടങ്ങ് അത് ക്ഷേത്രനടയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് ദേവസ്വം ബോർഡ് മെമ്പർ അദ്ദേഹവും ഒരു പൊങ്കാലയുടെ അന്ന് അവിടെ വന്നിട്ട് പിന്നെ പൊന്നാട അണിയിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തു എന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ടാണ്. ഞാൻ ഓരോ കാര്യത്തിനും ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ഓരോ ദിവസം കയറി ഇറങ്ങി ഈ മെമ്പറിനെയും കണ്ട് എല്ലാ കാര്യങ്ങളും എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു മെമ്പറെ പരിചയമുണ്ട്. എന്ന് പറയുമ്പോൾ മെമ്പറെ പേര് തങ്കപ്പൻ എന്നാണ്. അദ്ദേഹം എനിക്ക് നല്ല സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് പേപ്പർ കൊണ്ട് കൊടുത്താലും എനിക്ക് കാലതാമസം ഇല്ലാതെ അതിനെ ഒന്ന് റെഡിയാക്കി തരാൻ എനിക്ക് ദേവസ്വം ബോർഡിൽ ആ സാറുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഇറങ്ങിയതിന് ശേഷവും അവിടെ ഒരുപാട് അവസരങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ഈ പറയുന്ന കണക്കിനൊന്നും അവിടെ ഒന്നും നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം തങ്കത്തിരുമുടിയെന്ന് അത് ചുരണ്ടിയെടുത്തെന്നും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണതിലൊന്നും എനിക്കൊരു വിശ്വാസ്യത വരുന്നില്ല. കാരണം അങ്ങനെ ചുരണ്ടിയെടുക്കാൻ അതിൽ നിന്ന് പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ആണി ഇളകിപ്പോകുന്ന സംഭവമൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ കളങ്കാവൽ സമയത്ത് ചിലപ്പോൾ ഇളകിപ്പോകാൻ സാധ്യത ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് അതിൽ ഹാരവും അതും ഇതും എല്ലാം ഇട്ട് ആണ് അത് ചെയ്യുന്നത്. രണ്ടാമത് അങ്കി കൊണ്ട് മൂടി കൊണ്ടുപോകുന്ന ഒരു സാധനത്തിൽ നിന്ന് അങ്കി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഇളകി വരാറുണ്ടായിരിക്കും. അല്ലാതെ ആളിനിത് ഊരിയെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ കേസ് എത്തിയതുപോലെ തന്നെ ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലവിൽ കേസുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിലോട്ട് ഇറങ്ങിച്ചെന്ന് അന്വേഷണം നടത്തി ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.